ചേരിക്കോണത്ത് ദിവസങ്ങളുടെ ഇടവേളയിലാണ് ഒരു വീട്ടിലെ 2 പെൺകുട്ടികൾ മരണത്തിന് കീഴടങ്ങിയത്. നീതുവും ഒപ്പം തന്നെ സഹോദരി മീനാക്ഷിയും പഠിക്കുന്നതിനൊക്കെ മിടുക്കികളായിരുന്നു. കോച്ചിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോയി വീട്ടുകാർ വലിയ പ്രതീക്ഷയോടെ ആയിരുന്നു അവരെയൊക്കെ വളർത്തിയിരുന്നത്. പക്ഷേ മഞ്ഞപ്പിത്തം ബാധിക്കുകയും അതിന് പിന്നാലെ ആ കുടുംബമൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായൊരു ചികിത്സ ലഭിച്ച് ചികിത്സയുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് വളരെ സങ്കടത്തോടുകൂടെ പിതാവ് ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെ ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പ് ഒരു മെഡിക്കൽ ക്യാമ്പ് ഈ മേഖലയിലുള്ള ചേരിക്കോണത്തുള്ള ആളുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട ഒരു മെഡിക്കൽ ക്യാമ്പ് ഈ നാട്ടുകാരുടെയും ഒപ്പം തന്നെ പൊതുപ്രവർത്തകരുടെയൊക്കെ പ്രതിഷേധത്തിന് ശേഷം അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. കുടുംബം പറയുന്നത് വലിയ രീതിയിലുള്ളൊരു വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ്. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നാമതായിട്ട് ഏറ്റവും ഇളയ കുട്ടിക്കാണ് ഈ അസുഖം സ്ഥിരീകരിച്ചുകൊണ്ട് SIT ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കുട്ടിയെ പരിചരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സഹോദരിമാർ 2 പേരും അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ മഞ്ഞപ്പിത്തം ഇവിടെ പിടിപെട്ടു ഹെപ്പറ്റൈറ്റിസ് A എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഇവിടെ ഫാമിലി ഹെൽത്ത് സെൻറ്റർ ഒരു വിളിപ്പാടകലെ ഒരു 50 മീറ്റർ അപ്പുറത്തെ ഉള്ളതാണ്. അവിടെ വിളിച്ചപ്പോൾ അച്ഛനോട് പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ നിന്നും റിപ്പോർട്ട് അയക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടികൾക്കും അസുഖം ബാധിക്കുകയാണ്. ഈ കുട്ടികളെ മെഡിക്കൽ കോളേജിൽ കിടത്തുന്നു. അതാണ് ഏറ്റവും കൃത്യതയോടുകൂടി പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്. ആ മെഡിക്കൽ കോളേജിൽ ഷർദിലിനകത്ത് ഒരു അച്ഛൻ വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തറയിലാണ് കിടക്കുന്നത്. ഓരോ ആഹാരം ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ കഞ്ഞി വായിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ കഞ്ഞി ഇറക്കുക, ഛർദ്ദിക്കുക, ഛർദിലിൻ്റെ മുകളിൽ കിടക്കുന്ന സാഹചര്യം. അതിനുശേഷം 10 ദിവസം തുടർച്ചയായിട്ട് ഛർദ്ദിക്കുന്നു. അവസാനത്തെ 2 ദിവസം നിർത്താതെയുള്ള ഛർദിൽ. ഈ ഛർദിൽ കണ്ട് പേടിച്ച് ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഇത് മെഡിക്കൽ കോളേജാണ്, ഇവിടെ ഇങ്ങനെ പറ്റൂ എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അവസാനം ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തന്നെ കൃത്യമായി അന്വേഷിക്കണമെന്നുള്ള കാര്യവും കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി DMA ഉൾപ്പെടെ വരുന്ന സമയത്ത് ഇവരൊക്കെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രതിഷേധങ്ങൾക്കൊക്കെ ശേഷം ഇപ്പോൾ ഒരു മെഡിക്കൽ ക്യാമ്പൊക്കെ സംഘടിപ്പിക്കുകയാണ്. എന്താണ് ഇത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് പൊതുപ്രവർത്തനം എന്നുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം ഈ പാവപ്പെട്ട കുട്ടികളുടെ 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ കുടുംബം അനാഥമായിരിക്കുകയാണ്. ഒരു നിർധന കുടുംബമാണ്. അവർക്ക് സാമ്പത്തികമായി ഒരു പരാധീനതയുള്ള ഈ കുടുംബത്തിന് സർക്കാർ സാമ്പത്തികമായി സഹായം നൽകണമെന്നും പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സ കഴിയുന്ന ആ കുട്ടിയുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായിട്ടും സർക്കാർ ഏറ്റെടുക്കണമെന്നുമാണ് ഒരു പൊതുപ്രവർത്തനം എന്നും രാഷ്ട്രീയ പ്രവർത്തനം എന്നതിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇവിടെ തന്നെ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്ന ചേട്ടനാണ്. ഈ വെള്ളമൊക്കെ ഇവിടെ ഒരു പ്രശ്നമാണല്ലേ? വെള്ളം ഇവിടെ വളരെ വിഷയമാണ്. ഇവിടെ കനാല് തൊട്ടുമേളൊരു കനാലുണ്ട്. കനാല് കാലാകാലങ്ങളായി വൃത്തിയാക്കിയാണ് കനാല് തുറന്നു വിടാറുള്ളത്. ഇപ്പോൾ ഈ 2 വർഷമായിട്ട് കനാൽ വൃത്തിയാക്കുകയോ കോഴി വേസ്റ്റും ആട്ടിൻ്റെ വേസ്റ്റും എല്ലാം കൊണ്ടിടുന്ന ആ കനാലിൽ വെള്ളം തുറന്നു വിട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ഇവിടെ 1-2 സ്ഥലത്ത് പൊട്ടിയിട്ടുണ്ട്. ആ വെള്ളം നേരെ വരുന്ന ഈ പ്രദേശത്താണ്. ഈ പ്രദേശത്ത് വന്നിട്ട് ഈ പ്രദേശത്ത് ആ കിണറ്റിലെല്ലാം ഈ വെള്ളമാണ്. ഈ വെള്ളത്തിനൊരു ഭയങ്കരമായൊരു വെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. അതൊന്ന് പരിഹരിക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പ് കൃത്യമായി ഇടപെടണമെന്ന് നാട്ടുകാർ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ തൊട്ടടുത്താണ് ഇവിടുത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രം. പക്ഷേ അവിടെ നിന്ന് പോലും കൃത്യമായി ഇവിടേക്ക് വന്ന് ഒരാൾക്ക് അസുഖം ബാധിച്ചപ്പോൾ മറ്റുള്ളവരെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലും തയ്യാറായില്ല എന്ന് പറയുന്നു. എന്തായാലും 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. രതീഷ് മാടമ്പിശ്ശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.